ഹായ് മക്കളെ, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കാൻ നേരത്ത് പല കുട്ടികളും ഇങ്ങനെ മെസ്സേജ് ഇട്ടിരിക്കുന്നു. ഞാൻ ആ മെസ്സേജ് ഇങ്ങനെ വായിച്ചു നോക്കാൻ നേരത്ത് ഫിസിക്സ് എക്സാമിനേഷൻ എളുപ്പമായിരുന്നു. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ അതേപോലെ തന്നെയാണ് ചോദിച്ചത്. നമ്മുടെ PYQ ക്വസ്റ്റ്യൻ സീരീസിലും അതേപോലെ തന്നെ വൺ ഷോട്ട് റിവിഷനകത്തും മാരത്തോണിനകത്തൊക്കെ പഠിപ്പിച്ച അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. വാല്യൂ മാത്രം ഡിഫറൻ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ആ അത്രയും ലൈവുകൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു 2 ആഴ്ച കാലത്തോളം ഞങ്ങൾ ഇതിനു വേണ്ടി തന്നെ പരിശ്രമിക്കുകയായിരുന്നു. അത് നമ്മുടെ PYQ ക്വസ്റ്റ്യൻ സീരീസ് ആയിക്കോട്ടെ, വൺ ഷോട്ട് റിവിഷൻ ആയിക്കോട്ടെ, മാരത്തോൺ ലൈവ് ആയിക്കോട്ടെ, 100 MCQൻ്റെ 2 ലൈവ് സീരീസാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇതിനൊക്കെ ഞങ്ങൾ എന്തുമാത്രം ഹാർഡ് വർക്ക് കിട്ടോ, അതിനുപരി നിങ്ങളും ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ഈ എക്സാമിനേഷനിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചില കുട്ടികൾക്ക് എക്സാമിനേഷൻ പാടായിട്ടുണ്ടായിരിക്കും. അവർ ടെൻഷനൊന്നും അടിക്കുകയും വേണ്ട. അത് പോയി. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനിയുള്ള എക്സാമിനേഷൻ നന്നായിട്ട് പഠിക്കുക. കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ഇനി വരുന്ന എക്സാമിനേഷൻ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. സൈലത്തിനെ ട്രസ്റ്റ് ചെയ്യുക. സൈലത്തിൻ്റെ സ്റ്റഡി പ്ലാൻ അത്ര കിഡ്ലൻ സ്റ്റഡി പ്ലാൻ ആയിരിക്കും. നിങ്ങൾക്ക് ഫിസിക്സിൽ നിന്ന് മനസ്സിലായതാണ്. അപ്പോൾ നിങ്ങളുടെ എക്സാമിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. ഇനിയുള്ള എക്സാമിനേഷൻ നമുക്ക് തകർത്ത് പഠിക്കണം. ഇവിടെ നമുക്ക് സംഭവിച്ച എല്ലാ മിസ്റ്റേക്കുകളും നമുക്ക് കെമിസ്ട്രിയിൽ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അതിനുവേണ്ടി ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ ലോഞ്ച് ഉണ്ട്. എല്ലാ മക്കളും ഉണ്ടായിരിക്കുക. നമുക്ക് തകർത്ത് പഠിക്കാം, ഉഷാറായിട്ട് പഠിക്കാം. ഫിസിക്സ് പോലെ തന്നെ കെമിസ്ട്രി നമുക്ക് തകർത്തടക്കാം മക്കളെ.